മറ്റുള്ളവരുടെ ന്യൂനതകളും കുറ്റങ്ങളും. അത് എന്നത്തെക്കാളുമേറെ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഒരാൾ എവിടെയെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതൊക്കെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഇട്ട് അതിനെപ്പറ്റി ചാനൽ ചർച്ചയും വന്ന് അങ്ങനെ അതിങ്ങോട്ട് നിസ്സാരമായി ഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളെ മുമ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരാളെ ന്യൂനത നമ്മൾ മറച്ചു വെക്കുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ സ്വഭാവമാണ്. നമ്മളൊരാളുടെ ന്യൂനത മറച്ചു വെച്ചാൽ, അല്ലേ, ഒരാളെ നെഗറ്റീവ് നമ്മൾ കണ്ടു അല്ലെങ്കിൽ കേട്ടു, നമുക്കറിയാം, നമ്മൾ അനുഭവിച്ചു, നമ്മൾ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക. നീ ആരോടും പറയണ്ടാവും, ഞാൻ എനിക്ക് അജ്ജറിയാൻ വേണ്ടി പറയണം, അല്ലേ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണം. ഓൻ അങ്ങനെയാണ്, നീ ആരോടും പറയണ്ട. ഓന്നൊരു 10 ആളോട് അതേമാതിരി പറയും, നീ ആരോടും പറയണ്ട. അങ്ങനെ ഓനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ തന്നെ ഇത് പറഞ്ഞു കൊടുക്കല്. അല്ലാതെ അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്. അങ്ങനെ ഇപ്പം ഓനെ പറ്റി നമ്മൾ ഇങ്ങനെ 4 ആളോടും 10 ആളോടും ഓനെ മനസ്സിലാക്കി കൊടുക്കേണ്ട സഹോദരന്മാരെ. നമ്മളൊരാളുടെ നെഗറ്റീവ്, ഒരു മോശമായ വശം മറച്ചു വെച്ചാൽ നമ്മളൊരു ന്യൂനത പടച്ചോൻ പരലോകത്ത് മറച്ചു വെക്കുന്നതാണ്. കാരണം അത് ഈ നമ്മുടെ ധാർമ്മിക നിലവാരം മോശമാകുന്നു ഓരോരുത്തരും. എല്ലാവരും ഇപ്പം അങ്ങനെ അറിയണം, എല്ലാവരും ഇപ്പം അങ്ങനെയാണ് പറയല്ലോ, ഇപ്പോൾ കാലം അങ്ങനെയാണ്. അങ്ങനെയൊന്നുമല്ല. അത് നമ്മളിങ്ങനെ പറഞ്ഞങ്ങോട്ട് തിന്മയുടെ ഗൗരവവും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ന്യൂനത അത് നമ്മളെ മക്കൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ മതി, ഇല്ലാന്നുള്ളത്. അതിങ്ങനെ എന്താണ് ഇങ്ങനെ പറഞ്ഞ് അത് വലിയൊരു സീക്രട്ടാക്കിയിട്ട് പിന്നെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകണ്ട, അല്ലേ. ഒരു കല്യാണത്തിനൊരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ലോകത്താളെക്കുറിച്ച് ഒരു കല്യാണാലോചന വരികയാണ്. അപ്പം നിങ്ങൾക്ക് അയാളെ പറ്റി ആ നെഗറ്റീവ് വരെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ഇതിനോട് കൂടുതൽ ചോദിക്കേണ്ടത് വേണ്ടാന്ന് പറഞ്ഞാൽ മതി. അതല്ലാതെ നോൻ്റെ നെഗറ്റീവ് അത് കല്യാണത്തിന് വിഷയം ആയതുകൊണ്ടാണ് ഞാൻ പറയണമെന്നൊക്കെ ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് ഞാൻ വെച്ചാൽ നമ്മളെ മക്കളെ പറ്റിയാണ് നമ്മൾ ആ കാര്യം അറിയുന്നതെങ്കിൽ നമ്മളതൊരാൾ അറിയാതിരിക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ തന്നെ നമ്മളെല്ലാവരും കാണണം, അല്ലേ. തൻ്റെ സഹോദരനെ പറ്റി നമ്മളൊരു നെഗറ്റീവ് കണ്ടു, കേട്ടു, അറിഞ്ഞു. അപ്പോഴും നമ്മൾ മുൻഗാമികൾ പറഞ്ഞെന്താണ്, എത്ര കാരണങ്ങളുണ്ടോ, 70 കാരണങ്ങൾ, എത്ര പറയണ്ടേ, 70 കാരണങ്ങൾ. ആ ചെയ്യാൻ എന്തെങ്കിലും ഓൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഓ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, ആ ഒരു കാരണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇനി ഒരു കാരണവും നമുക്ക് കിട്ടിയില്ല, ഓൻ ചെയ്തത് താനി തമ്മാടിത്തരണം, അവർ ചെയ്യാൻ പാടില്ല. എന്നാലും എന്താണ്, ഓ ചെയ്യാൻ മാത്രമല്ല എന്തെങ്കിലും ഒരു പ്രശ്നം അപ്പം ഉണ്ടായിട്ടുണ്ടാവും, എന്നാലും ഓൻ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ആ ഒരു നിലവാരത്തിൽ കാര്യങ്ങളെ കാണാൻ, അതാണ് അത്രയും നല്ലൊരു ഹൃദയം ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ നേടിയെടുക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഒരാളെ നെഗറ്റീവ് ഇന്നു മുതൽ, അതാണ് ഏഷണി, പരദൂഷണം എന്ന് പറഞ്ഞാൽ അതാണ് ഉള്ളത് തന്നെയാണ്. ഉള്ളത് പറഞ്ഞ് വരുത്തലിനാണ് പരദൂഷണം എന്ന് പറയാം. ഏഷണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിന് നുണയും കൂടി പറയണതാണ് പറയാം.